നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഈ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ അതിനോടൊക്കെ മീനാക്ഷി എന്തിനാ അല്ല വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനോ എന്ന് കരുതി. പ്രതികരിക്കാനേ നിൽക്കുന്നില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൈ കൂട്ടിയിടിച്ചല്ലേ സൗണ്ട് കേൾക്കുള്ളൂ. ഒരു കൈ അവിടെ നിന്ന് അടിച്ചോട്ടെ സൗണ്ട് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഓൺലൈൻ മീഡിയ തുടങ്ങിയ കാലം തുടങ്ങി കേൾക്കുന്ന ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു മാറ്റം ആരാണാവോ അത്? ഞാനാണാവോ അത്? ഞാൻ ആ ഇന്റർവ്യൂ അതിൽ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ ഇത് പ്രതീക്ഷിച്ചാ പോകുന്നത്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. മീനാക്ഷി അതിനെ എങ്ങനെ നേരിടുന്നു, ഞാൻ എങ്ങനെ നേരിടുന്നതായിട്ട് അതൊക്കെ തോന്നുന്നത്. ഒരു മീഡിയയിൽ നിൽക്കുമ്പം ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം വന്ന് നിൽക്കാൻ. അല്ലാതെ നാട്ടുകാരൊക്കെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, അല്ല ഞാൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? അതെ, ചെറിയ രാമൻ നായരെ. നമുക്കതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. മിണ്ടായിരിക്കാന്ന് വെച്ചാൽ വായോടച്ച് മിണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് സമാധാനത്തിൽ ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ട്, നന്നാവും. ഓക്കേ.